ആ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരു വിദ്വാനുണ്ടല്ലോ, ഒരു കസേര കിട്ടാത്തതുകൊണ്ട് പാർട്ടി മാറിക്കളഞ്ഞ മഹാൻ. അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിലെ ഒരാളെ വിളിച്ചു ഭീഷണിപ്പെടുത്തി ഇങ്ങനെയാണ്: നീ കൂടുതൽ കളിക്കരുത്, നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞു, ഞങ്ങളാണ് ഇനി ഭരണത്തിൽ വരാൻ പോകുന്നത്, നിന്നെയൊക്കെ ശരിയാക്കും. അതായത് ഈ ഞാഞ്ഞൂലുകൾക്ക് മുതൽ VD സതീശന് വരെ നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ വല്ലാത്ത ഒരു അഹംഭാവവും തണ്ടും ഒക്കെ വന്നിരിക്കുന്നു. ജയിക്കും, ഇനി ഭരണം ഞങ്ങളുടേതാണെന്ന് ഈ പറഞ്ഞ ആർക്കും വേണ്ടാത്ത ഓടയിലെ അഴുക്കുകൾ മുതൽ സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ കരുതുകയാണ്. നീ ക്യാപ്റ്റനാണെങ്കിൽ ഞാൻ മേജറാണ്, ഞാൻ ക്യാപ്റ്റനാണെങ്കിൽ താൻ മേജറാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചൊറിയലും തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ഈ നിലമ്പൂർ ഇലക്ഷൻ ഒരു ഭരണമാറ്റത്തിൻ്റെ സൂചനയാണോ നൽകുന്നത്? ഒന്ന്, ഇടക്കാല തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഇടക്കാല തിരഞ്ഞെടുപ്പ്, തൃക്കാക്കര ഇടക്കാല തിരഞ്ഞെടുപ്പ്, PT തോമസ് മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ ഉമാ തോമസ്. പിന്നെ ഇന്ത്യയിൽ തന്നെ കോൺഗ്രസ്സിന് ഉറപ്പുള്ള ഏക സീറ്റാണ് തൃക്കാക്കര. ആ തൃക്കാക്കര സീറ്റ് ആ രീതിയിൽ ഉണ്ടാക്കിയ ആളുടെ പേര് K. ബാബു എന്നാണ്. K. ബാബു ഈ പ്രധാനപ്പെട്ട കോൺഗ്രസ് മേഖലകളെല്ലാം കൂട്ടിച്ചേർത്ത് അദ്ദേഹത്തിന് മത്സരിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ സീറ്റാണ്. ആ സീറ്റിലാണ് ബെന്നി സ്ഥാനാർത്ഥിയായിട്ട് വന്നതും അത് അവർ തമ്മിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മയ്ക്ക് ഇടകൊടുക്കുകയും ചെയ്തൊരു സംഭവം എല്ലാവർക്കും രാഷ്ട്രീയത്തിൽ അറിയാവുന്നതാണ്. അപ്പോൾ അതൊരു ഷുവർ സീറ്റാണ്. ആരുടെ? കോൺഗ്രസിൻ്റെ. UDFിൻ്റെ അല്ല, കോൺഗ്രസിൻ്റെ ഷുവർ സീറ്റ്, ഷുവർ സീറ്റാണ്. അവിടെയാണ് കോൺഗ്രസിൻ്റെ അത് വന്നപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ ഇത് തോമസിൻ്റെ ഭാര്യ ഉമ നിന്ന് മത്സരിച്ച് ജയിച്ചത്. രണ്ടാമത്തെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ്, പുതുപ്പള്ളിയിലാണ്. ഉമ്മൻചാണ്ടിയെ പോലെ വളരെ ജനകീയനായിരുന്ന ഒരു മുഖ്യമന്ത്രിയുടെ മരണം കേരളത്തിൽ അതിൻ്റെ ഒരു വലിയ അലയടികൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ അവിടെ മത്സരിച്ച് ജയിക്കാനുണ്ടായത്. പിന്നെ വന്നതെന്ന് വെച്ചാൽ പാലക്കാടാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പാലക്കാട് കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. പാലക്കാട് BJP 2ാം സ്ഥാനത്താണ് അവിടെ. ശ്രീധരനെ പോലെയുള്ളൊരു പ്രഭാവമുള്ള ഒരാളെ നിർത്തിയപ്പോൾ പോലും 3000 വോട്ടിന് അവിടെ UDFന് ജയിക്കാൻ കഴിഞ്ഞൊരു സംഗതിയാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ അവിടെ ഉള്ളൊരു 40,000-40,000 വരുന്ന മുസ്ലിം വോട്ടുകൾ എൻ ബ്ലോക്കായിട്ട് കോൺഗ്രസ്സിന് കിട്ടും. അങ്ങനെയാണ് കോൺഗ്രസ് അവിടെ ജയിച്ചു വരുന്നത്. ആ വിജയ ഫോർമുല അവിടെ അരക്കിട്ട് ഉറപ്പിച്ചെടുക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച ആളാണ് ഷാഫി പറമ്പിൽ. പക്ഷേ അത് ചേലക്കര വന്നപ്പോൾ ചേലക്കര അവിടെ ജയിച്ചിരുന്ന ആൾ മാർക്സിസ്റ്റ് പാർട്ടി ആയതിൻ്റെ പേരിൽ മാർക്സിസ്റ്റ് പാർട്ടി തന്നെ ജയിച്ചു. വോട്ട് കുറഞ്ഞു. ആ വോട്ട് കുറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ BJPക്ക് അവിടെ 12,000 വോട്ട് കൂടുതൽ കിട്ടി. 27,000 വോട്ടിലേക്ക് BJP എത്തി എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ഉപതെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലം, പൊതുചിത്രം കേരളത്തിലുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ. ഈ ഉപതെരഞ്ഞെടുപ്പുകളിലൂടെ വന്നേക്കുന്നതിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മികവോ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കുറവോ ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ എങ്ങും സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അതാണ് വസ്തുത. ഇനി ഇപ്പോൾ നമുക്ക് നിലമ്പൂർ എന്ന് പറഞ്ഞാൽ നിലമ്പൂർ എത്രയോ കൊല്ലമായി, എത്രയോ കാലമായിട്ട് UDF ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീറ്റാണ്. അതെ, UDFിൻ്റെ ജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 77 മറ്റു വട്ടമാണെന്ന് തോന്നുന്നു, കൃത്യം ഞാനിപ്പോൾ ഓർക്കുന്നില്ല. C. ഹരിദാസ് നിലമ്പൂർ മത്സരിച്ച് ജയിച്ചു. 25 ദിവസം MLA ആയിരുന്നതിന് ശേഷം അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചു. അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു. പകരം ആര്യാടൻ അവിടെ മത്സരിച്ചു. ആര്യാടൻ ജയിച്ചു, മന്ത്രിയായി. അതിനുശേഷം പിന്നെ ആര്യാടനാണ് അവിടെ നിന്ന് ജയിച്ചിട്ടുള്ളത്. സ്ഥിരം MLA ആയിട്ട് ജയിച്ചിട്ടുണ്ട്. ഇടയ്ക്കൊരു മാറ്റം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരിക്കൽ TK ഹംസ കോൺഗ്രസ്സിൽ നിന്ന് മാറി മത്സരിച്ചപ്പോൾ ഹംസ ജയിച്ചിട്ടുണ്ട്. അതിന് മുൻപ് ഒരിക്കലും അവിടെ കോൺഗ്രസ് തന്നെ ജയിച്ചു. അപ്പോഴും കോൺഗ്രസിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് ഹംസ ഇപ്പുറത്തേക്ക് വരുന്നത്. അൻവർ വന്ന് ജയിച്ചു എന്ന് പറഞ്ഞാൽ അൻവറും ഒരു കോൺഗ്രസ് പശ്ചാത്തലത്തിൽ നിന്നും വന്ന് മത്സരിച്ച് ജയിക്കുകയാണ് ചെയ്തത്. ഈ നിലമ്പൂർ പിന്നെ മത്സരിച്ചു എന്ന് പറയാവുന്ന ഒരു പ്രൊഫസർ തോമസ് മാത്യു, അദ്ദേഹം ചുങ്കത്തറ കോളേജിൽ അധ്യാപകനായിരുന്നു. അവിടെ വളരെ ജനകീയനായിട്ടുള്ള ഒരാളാണ്.
അദ്ദേഹം മത്സരിച്ചപ്പോഴും ആര്യാടൻ തന്നെ ജയിച്ചു, വോട്ട് കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലമ്പൂർ കോൺഗ്രസ്സിന് കംഫർട്ടബിളായിട്ട് ജയിച്ചു വരാവുന്ന ഒരു മണ്ഡലമാണ്. മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിങ്ങളുടെയും വോട്ടിൻ്റെ ഒരു പിൻബലത്തോടു കൂടി കോൺഗ്രസ്സിന് അവിടെ ജയിച്ചു വരാം. 47% മുസ്ലിങ്ങൾ, 41% ഹിന്ദുക്കളും 12% ക്രിസ്ത്യാനികളുമാണ് ആ നിയോജക മണ്ഡലത്തിൽ ഉള്ളത്. അപ്പോൾ ഈ 47% മുസ്ലിങ്ങളുടെ വോട്ടിലെ ഭൂരിപക്ഷവും തീർച്ചയായിട്ടും കോൺഗ്രസ്സിനാണ് കിട്ടിയിരിക്കുന്നത്, മുസ്ലിം ലീഗും മറ്റും. ഈ പ്രാവശ്യമാണെങ്കിൽ അതിന് വേറൊന്നും കൂടി ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം സത്യത്തിൽ നിലമ്പൂർ ആരെങ്കിലും ജയിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിവിടെ നേരത്തെ ഒരു വീഡിയോയിൽ നമ്മളത് പറഞ്ഞതാണ്, അത് നമ്മളാണ് ആദ്യം അത് പറയുന്നത്, അത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അതെ. കാരണം ജമാഅത്തെ ഇസ്ലാമി മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞത് ഇതിലൂടെയാണ്. ജമാഅത്തെ ഇസ്ലാമി മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് വരണം എന്നാണ് ആരുടെ അഭിപ്രായം? ലീഗിൻ്റെ അഭിപ്രായം. കാന്തപുരമാണ് അതിനെ എതിർക്കുന്നത്. കാരണം അവരിപ്പോഴും മതരാഷ്ട്രവാദം ഉപേക്ഷിക്കാത്തവരാണ്. അത് സത്യമാണ്. കാരണം മൗദൂദി മതരാഷ്ട്രവാദക്കാരനാണ്. ആ മതരാഷ്ട്രങ്ങൾ രാജ്യത്ത് നിലനിൽക്കണം. അങ്ങനെ ലോകം മുഴുവൻ ഇസ്ലാമായി മാറിയതിന് ശേഷം ആ ലോകത്തെ മുഴുവൻ അള്ളാഹുവിന് വഖഫ് ചെയ്യുക എന്ന ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ആര്യാടൻ്റെ അഭാവത്തിൽ ഇദ്ദേഹം മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ കോൺഗ്രസ്സിന് ജയിക്കാവുന്നതാണ്. എന്നാൽ അല്ലാത്ത സ്ഥലത്ത് ഇപ്പോൾ ചേലക്കര ഇങ്ങനെ UDFന് അനുകൂലമായ ഇടക്കാല തിരഞ്ഞെടുപ്പിലെ ട്രെൻഡ് സഹിക്കവയ്യാതെ വന്നെന്നുണ്ടെങ്കിൽ ചേലക്കര എന്ത് സംഭവിച്ചു എന്നൊരു ചോദ്യമില്ലേ? ചേലക്കര എന്ത് സംഭവിച്ചു? അത് ചേലക്കരയാണെങ്കിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. രാധാകൃഷ്ണനെ പോലെ രാധാകൃഷ്ണനെ പോലെ വളരെ ജനകീയനായ ഒരാൾ മത്സരിച്ച് അയാൾ മാറിക്കഴിഞ്ഞാൽ ഇപ്പം തോക്കൊന്നും പണ്ട് പോയതല്ലേ, ഇത് നടന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇടക്കാല തിരഞ്ഞെടുപ്പുകളുടെ ഫലം വെച്ചുകൊണ്ട് ക്യാപ്റ്റനാണ്, മേജറാണ്, കേണലാണ് എന്നൊക്കെ പറയുന്നത് ഒരു തരം ഹുങ്ക് എന്നല്ലാണ്ട് അതിന് വേറെ ഒന്നും പറയാനില്ല. ഒരു തരം വങ്കത്വമാണ്. അതൊന്നും ഒന്നാമത്തെ കാര്യം, രാഷ്ട്രീയത്തിലെ ജയവും പരാജയവും ഒരു സംഘഗാനമാണ്. ഒരാൾക്കും അത് ഒറ്റക്ക് പാടാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇന്നലെ കുരുത്ത വാര്യന്മാർ മുണ്ട് മടക്കി കുത്തുന്നത്. അതെ, അത് ഒരാൾക്കും അത് ഒറ്റക്ക് നിന്നിട്ട് അത് ചെയ്യാനായിട്ട് സാധ്യമല്ല. ഒരുമിച്ച് നിന്നിട്ടേ ജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനിടയിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങളാണ് എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ളൊരു ഇമ്മെച്യൂരിറ്റിയാണ് അതിനെ കാണിക്കുന്നത്. ഇമ്മെച്യൂരിറ്റിയാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം ഇദ്ദേഹം ജയിച്ച തെരഞ്ഞെടുപ്പിൽ ഇവർ പോയപ്പോഴും ഇവർ ഇത് തന്നെയാണല്ലോ പറഞ്ഞത്, ഇല്ലേ? ഓൾട്ടർനേറ്റീവ് ആണ് സിസ്റ്റം. അന്ന് ഉപയോഗിച്ച വാദഗതികളാണ്. നിങ്ങൾ കേരളത്തിലെ പാരമ്പര്യം അതാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം പിണറായി അല്ല ഞങ്ങളാണെന്ന് പറഞ്ഞിരുന്നില്ലേ? പക്ഷെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അങ്ങനെ പോയി. അല്ല, അപ്പോൾ ഇപ്രാവശ്യവും കോൺഗ്രസിന് സാധ്യതയില്ല എന്നാണോ സാറിൻ്റെ വിലയിരുത്തൽ? അല്ല, ഇതുവരെ ഉള്ള ഇത് വെച്ചിട്ട് കോൺഗ്രസിന് സാധ്യത കുറവാണ്. ഇതുവരെ ഉള്ളത് വെച്ചിട്ട് ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് ജയിക്കും എന്ന് പറയുന്നതിൽ വലിയ ശരിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല സാർ, ഇനി കോൺഗ്രസ് ജയിച്ചു എന്ന് വെക്കുക, കോൺഗ്രസിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടാവും? ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി ഉണ്ടാവും, SDPI ഉണ്ടാവും, അപ്പോൾ അത് പിന്നെ മുസ്ലിം ലീഗും ഉണ്ടാവും. അല്ല, അത് എന്തൊരു ഭരണമായിരിക്കും? അത് അങ്ങനെയല്ല. അത് വരണമെങ്കിൽ മുസ്ലിം ലീഗ് എന്തുകൊണ്ട് ഇവരെല്ലാം വിളിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിം ലീഗിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വലിയ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായിട്ട് UDFൽ മുസ്ലിം ലീഗ് വരണം എന്നാണ് നിയമം. ഇപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ച് അവർക്ക് വരാൻ പറ്റും, സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കാം. മുഖ്യമന്ത്രി സ്ഥാനം അവർക്ക് ചോദിക്കാമല്ലോ. പിന്നെ ലീഗിനെ സംബന്ധിച്ച് എക്കാലത്തെ സ്വപ്നമാണ്. പിന്നെ ഇപ്പോഴെങ്ങനെ ജയിക്കാൻ ഭയങ്കരമായി ജയസാധ്യത ഞങ്ങൾക്ക് ഇതോടുകൂടി വന്നു എന്ന് പറയണമെങ്കിൽ പിന്നെ എന്തിനാണ് KM മാണിയുടെ പുറകെ നടക്കുന്നത്? അവരിപ്പുറത്തേക്ക് കൊണ്ടുവരാൻ. ഞങ്ങളില്ല എന്ന് അവരിന്ന് പറഞ്ഞിട്ടുണ്ട്. ജോസ് കെ മാണി ഇന്നും പറഞ്ഞു ഞങ്ങളില്ല എന്ന്. എന്തിനാണ് നമ്മുടെ ഷായംസിൻ്റെ പാർട്ടിക്കാരെ UDFലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അതൊക്കെ എന്തിനാണ്? ജയിക്കുമെന്ന് ഉറപ്പല്ലേ? ജയിക്കുമെന്ന് ഉറപ്പാണെങ്കിൽ പിന്നെ എല്ലാവരും കൂടി കൂട്ടുപിടിക്കേണ്ട കാര്യമുണ്ട്.
അതില്ലല്ലോ. അതൊരു പക്ഷേ ഈ ഒരു മൂന്ന് മുസ്ലിം പാർട്ടികൾ, വെൽഫെയർ പാർട്ടി, പിന്നെ പുറത്ത് നിന്ന് SDPI, പിന്നെ ലീഗ്, ഈ ഒരു ചിത്രം ആളുകൾക്ക് മനസ്സിലാവാതെ ബാലൻസിങ്ങിന് വേണ്ടിയായിരിക്കും. ക്രിസ്ത്യാനിയും ഉണ്ട്. അല്ല, അതല്ല. ഇവരെന്തൊക്കെ പറഞ്ഞാലും UDFന് സീറ്റ് കിട്ടേണ്ടത് മധ്യ തിരുവിതാംകൂറിൽ നിന്നാണ്. അതെ, അതുകൂടെ കിട്ടിയാലേ ഭരിക്കാൻ പറ്റുള്ളൂ. അതുകൂടി മധ്യ തിരുവിതാംകൂറിൽ നിന്ന് സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ജയിക്കാനും കഴിയൂ. ഇപ്പോൾ കൊച്ചി മുതൽ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ നില വളരെ ശോചനീയമാണ്. ആകെ ഉള്ളത് കുറച്ച് സീറ്റുള്ളത് എറണാകുളം ജില്ല കിട്ടും. അടുത്ത പ്രാവശ്യം ആ സീറ്റുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുമെന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. അവിടെയും വേണമെങ്കിൽ ഉമാ തോമസിന്റെ സീറ്റ് വേണമെങ്കിൽ പറയാം, പരമ്പരാഗത സീറ്റാണ്. ഉമാ തോമസിന്റെ സീറ്റ് എന്നല്ലാതെ ബാക്കിയുള്ള സീറ്റുകളിലൊക്കെ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം ഇപ്പോൾ ഇവർ പറയുന്ന രീതിയിൽ ഒന്നും പറയാനായിട്ട് സാധ്യമേ അല്ല. എറണാകുളത്ത് പോലും. കാരണം സ്ഥാനാർത്ഥികൾ ഇനിയുണ്ട് സമയം. പിന്നെ ആ കാലത്തിനുള്ളിൽ എന്തൊക്കെ രാഷ്ട്രീയ മാറ്റങ്ങൾ വരുമെന്നുള്ള കാര്യം അറിയില്ല. പിന്നെ അത് മാത്രവുമല്ല, ഈ UDF അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിം ഭരണം കേരളത്തിൽ വരിക എന്നാണ് ആ പറഞ്ഞതിന് അർത്ഥം. അങ്ങനെ ഒരു മുസ്ലിം ഭരണം കേരളത്തിൽ വരുത്തുന്നതിന് വേണ്ടി ബാക്കിയുള്ളവരൊക്കെ സമ്മതിക്കുമെന്നൊരു ചോദ്യമില്ലേ? വലിയ ചോദ്യമാണ്. അങ്ങനെയുണ്ടല്ലോ. അതെ അതെ. ബാക്കിയുള്ളവരെല്ലാം ഒരു മുസ്ലിം ഭരണം കേരളത്തിൽ വരുത്താൻ വേണ്ടി നിൽക്കുമോ? കോൺഗ്രസ്സിൽ നിൽക്കും, പ്രതിപക്ഷ നേതാവും നിൽക്കും, സമ്മതിച്ച്. ക്യാപ്റ്റനും മേജറും കേണലും നിൽക്കും. ജനം നിൽക്കുമോ എന്നുള്ളതാണ്. ജനം നിൽക്കുമോ എന്നുള്ളതാണ്. വേണമെങ്കിൽ ബ്രിഗേഡിയരും നിൽക്കും. പിന്നെ ഒരു കാര്യമില്ലേ, ഈ ആര് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആഗോള വ്യാപകമായിട്ട് നോക്കുകയാണെങ്കിൽ പരസ്പരം കോൺഫ്ലിക്റ്റിൽ നിൽക്കുന്ന രണ്ട് മതങ്ങൾ ഏതാണ്? മുസ്ലിമും ഇസ്ലാമും ക്രിസ്തു മതവുമാണ്. ഹിന്ദു ഇവിടെയല്ലേ ഉള്ളു? ലോകത്തെല്ലായിടത്തും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനിയെ. അത് അവർക്കും അറിയാമല്ലോ. അവർക്കും അറിയാവുന്നതാണ്. പിന്നെ കേരളത്തിലെ വത്തിക്കാൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന സ്ഥലമാണ് പാല. ആ പാലയിലാണ് മുസ്ലിങ്ങൾ നേരെ പോയിട്ട് ബിഷപ്പിനെ വെല്ലുവിളിച്ചത്. ബിഷപ്പിൻ്റെ അരമനയിലെത്തിയിട്ട്. അപ്പം ഇതൊക്കെ ഇതിൻ്റെ പശ്ചാത്തലത്തിലുണ്ട്. ആ പശ്ചാത്തലവും കൂടി വെച്ചുകൊണ്ടല്ലേ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ പറ്റുള്ളൂ. അതല്ലാതെ ഇപ്പോൾ ഇവിടെ എന്താണ് എൻ്റെ പേര്, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചിരിക്കുന്നു, അപ്പോൾ ക്യാപ്റ്റൻ വന്നിരിക്കുന്നു, മേജർ വന്നിരിക്കുന്നു, കേണൽ വന്നിരിക്കുന്നു, ബ്രിഗേഡിയർ ഡൽഹിയിലാണ്, എപ്പോഴാണ് വന്നതെന്ന് അറിയില്ല. ഇതെന്ത് പരിപാടി ഇത്? അല്ല, ഞാൻ പറയുന്നത് ഈ ഒരു ഇലക്ഷൻ നിലമ്പൂർ അങ്ങ് കഴിഞ്ഞപ്പോഴേ ഭരണം കിട്ടൂടാ, കാണിച്ചു തരാമടാ എന്നൊക്കെ പറയുന്ന ആളുകൾ തലപൊത്തി നടക്കുകയാണ് ഇപ്പോൾ. അല്ല, അത് ആ ഒരു അഹങ്കാരം വന്നത് തന്നെ അവരുടെ പൊളിറ്റിക്കൽ ഇമ്മച്യൂരിറ്റിയാണ്. അതെ അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.